ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൗണ്ട് ടെറ്റ്ലിസിയിൽ പോവാണ്. സോ അവിടെ ഒരു സ്നോ കവേർഡ് മൗണ്ടൻസ്, പിന്നെ അവിടെ ഒരു കേബിൾ കാർ, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഐസ് ട്യൂബിങ്, സോ മെനി ആക്ടിവിറ്റീസ് ദർ. നമുക്ക് അവിടെ പോയി അവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. സോ നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡിലെ ബ്യൂട്ടിഫുൾ വില്ലേജസിലൂടെയാണ്. നമുക്ക് ട്രെയിൻ നമുക്കൊരു സൈഡിൽ കാണാം. ഇതാണ് സ്വിറ്റ്സർലൻഡിലെ ബ്യൂട്ടിഫുൾ റോഡ്സിലൂടെയാണ് നമ്മളിപ്പം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വില്ലേജാണ്. നമ്മളിന്നത്തെ കേബിൾ കാറും അതേപോലെ ഐസ് ഹോപ്പിംഗ് ആൻഡ് ഐസ് ട്യൂബിങ് അങ്ങനത്തെ ആക്ടിവിറ്റീസ് എല്ലാം ഉള്ളത് നമ്മളിപ്പോൾ പോകുന്ന റീജിയനിലാണ്. അങ്ങ് ദൂരെ നല്ല മല റീജിയൻസ് ഒക്കെ ഉണ്ടാവും. ഇവിടെ നമുക്ക് ട്രെയിൻ കാണാം ഈ ഒരു സൈഡിൽ. യഥാർത്ഥത്തിൽ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നത് ഒരു ഹെവൻ ഓൺ എർത്ത് ആണെന്ന് പറയുന്നത് മെയിൻലി നമ്മൾ ഈ കാഴ്ചകൾ കൊണ്ടാണ്. ഒരു സൈഡിൽ മല, ഇപ്പുറത്തെ സൈഡിൽ നല്ല സീനിക് ഡ്രൈവ്സ്, ഒരു സൈഡിൽ ട്രെയിൻ. നമ്മൾ ശരിക്കും ഒരു ഹെവൻലി ഫീൽ നമുക്കിവിടെ കിട്ടും. ആൻഡ് 8 മില്യൺ ആൾക്കാരാണ് ഇവിടുത്തെ പോപ്പുലേഷൻ ആസ് ഓഫ് നൗ. എല്ലാവരും വെൽ ഓഫ് ആണ്. നല്ല ഗവൺമെൻറ് ഭയങ്കര സ്ട്രോങ് ആണ്. ഗവൺമെൻറ് നല്ലോണം എല്ലാവരെയും കെയർ ചെയ്യുന്നുണ്ട്. സ്വിറ്റ്സർലൻഡിൻ്റെ വേറെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചോക്ലേറ്റ്സ് ആണ്. സ്വിസ് ചോക്ലേറ്റ്സ് ആർ വെരി ഫേമസ്. സ്വിസ് വാച്ചസ് ആർ വെരി ഫേമസ്. സ്വിസ് ചോക്ലേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ലിൻഡ്, ടോബ്ലറോൺ, നെസ്ലെ എല്ലാം സ്വിറ്റ്സർലൻഡിലെ ചോക്ലേറ്റ്സ് ആണ്. ഇവിടുത്തെ ഡയറി പ്രോഡക്ട്സ് ആർ വെരി ഫേമസ്. ഭയങ്കര പ്യുവറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ദാറ്റ്സ് എ റീസൺ ഈ ചോക്ലേറ്റ്സ് ഒക്കെ ഭയങ്കര എന്താ പറയുക, ഈ സ്വിസ്സിൻ്റെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. ആൻഡ് മോസ്റ്റ്ലി ഈ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ സ്നാക്കായിട്ടല്ല കൊടുക്കുന്നത്, ഗിഫ്റ്റായിട്ടാണ് എല്ലാവരും കൊടുക്കാറ്. സോ ഈ ബ്യൂട്ടിഫുൾ പ്ലേസിൽ നിന്നാണ് സ്വിസ് ചോക്ലേറ്റ്സ് വരുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഇവിടെ ഒരു ഡിക്ലെയർഡ് ക്യാപിറ്റലില്ല. ഇപ്പം നേരത്തെ സൂറിക്കായിരുന്നു, അതിനുശേഷം ബെയിൻസ് എന്ന് പറയുന്ന സ്ഥലമായിരുന്നു. ബെയിൻസ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇപ്പോഴത്തെ ഫെഡറൽ സിറ്റി, പക്ഷേ ഡിക്ലെയർഡ് ക്യാപിറ്റലൊന്നും അല്ല അത്. ഓൾറൈറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഇസ് ലൈക്ക് ഇവിടുത്തെ എയറും വാട്ടറും ഭയങ്കര പ്യുവറാണ്. നമുക്ക് വെള്ളമൊക്കെ ഡയറക്റ്റ്ലി പൈപ്പിൽ നിന്ന് എടുത്ത് കുടിക്കാം. മോസ്റ്റ്ലി എല്ലാ യൂറോപ്യൻ കൺട്രീസിലും അങ്ങനെയാണ്. പക്ഷേ ഇവിടുത്തെ വെള്ളം ഇസ് കൺസിഡർഡ് ടു ബി വെരി വെരി സേഫ്. നമുക്ക് ഡയറക്റ്റ്ലി ടാപ്പിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കാം. പിന്നെ എല്ലാവരും മിലിറ്ററി ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ്. എല്ലാ സിറ്റിസൻസിനും മാൻഡറ്ററി മിലിറ്ററി ട്രെയിനിങ് ഉണ്ട്. മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് വീട്ടിൽ വയ്ക്കാം. പക്ഷേ എന്നാലും ഇത് വൺ ഓഫ് ദ സേഫസ്റ്റ് കൺട്രി ഇൻ ദ ഹോൾ വേൾഡാണ്. ഇവർ ലാസ്റ്റ് 200 years ആയിട്ട്, ഓൾമോസ്റ്റ് 200 to 10 years ആയിട്ട് ഒരു വാറിനും പോയിട്ടില്ല. ഭയങ്കര ന്യൂട്രലായ ഒരു പീസ്ഫുൾ കൺട്രിയാണ്. ഓഫ് സ്വിറ്റ്സർലൻഡ് 60% ഓഫ് സ്വിറ്റ്സർലൻഡ് ഇതേപോലത്തെ ആൽപ്സ് ആണ്, അല്ലെങ്കിൽ മൗണ്ടൻസ് ആണ്. 1500 ലേക്സോളം ഉണ്ട് ഇവിടെ. സോ ദാറ്റ് ഈസ് സോ ഹ്യൂജ്. നമുക്കിവിടെ ഒരു വാട്ടർ ബോഡി കാണാം. അപ്പുറത്ത് സ്വിസ് ആൽപ്സ് കാണാം. 60% ഓഫ് ദ കൺട്രി ആൽപ്സ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് കുറേ ടണൽസ് കാണാൻ പറ്റുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് 1500ഓളം ലേക്സ് ഇവിടെ ഉണ്ട്. മഞ്ഞ് മൂടി കിടക്കുന്നുണ്ടോ വീടിൻ്റെ മേൽവശമൊക്കെ. ആക്ച്വലി വൺ ഓഫ് ദ മോസ്റ്റ് കോസ്റ്റ്ലിയസ്റ്റ് എക്സ്പെൻസീവ് കൺട്രീസ് ഇൻ ദ ഹോൾ വേൾഡാണ് സ്വിറ്റ്സർലൻഡ്. പക്ഷേ ഇവിടുത്തെ സാലറീസും ഇവിടുത്തെ ഹെൽത്ത് കെയറും ഇവിടുത്തെ മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും എല്ലാം അതിനെ മാച്ച് ചെയ്യുന്നതാണ്. ഒരു 200-300 years ഓൾഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും എല്ലാ കാര്യങ്ങളും. പക്ഷേ ഇനി അടുത്തൊരു 200-300 years കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ നിലനിൽക്കും. അതാണ് സ്വിറ്റ്സർലൻഡിൻ്റെ പ്രത്യേകത. ഹൈ കോസ്റ്റ്, ഹൈ ക്വാളിറ്റി ഓഫ് ലിവിങ് ആണ് ഇവിടുത്തെ. ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ആൻഡ് എവറിത്തിങ് മാച്ചസ്. സാലറീസ് ഭയങ്കര കൂടുതലാണ്, പക്ഷേ സോ ഡസ് ദ എക്സ്പെൻസ്. നമ്മൾ മൗണ്ട് ടെറ്റ്ലിസിലോട്ട് ഉള്ള ജേണിയിലാണ്. നമ്മളിപ്പം ആ ഒരു ഹില്ല് കയറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും മരങ്ങളിലെല്ലാം ഐസ് പൊതിഞ്ഞ് കിടക്കുന്ന പോലെ
one of the most beautiful sight ആണ്. It's so good. It feels so great to see this. നല്ല മഞ്ഞിൽ പൊതിഞ്ഞു കിടക്കുന്ന മരങ്ങളും നല്ല റോഡും നല്ല അടിപൊളി ഒരു ഡ്രൈവും. ഇതാണ് സ്വിറ്റ്സർലൻഡ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. ബ്യൂട്ടിഫുൾ അല്ലേ? സ്ട്രേറ്റ് ഔട്ട് ഓഫ് ഹെവൻ കൈൻഡ് ഓഫ് എ ഫീലാണ് നമുക്കിവിടെ ഒരു. ഇവിടെ 4 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണുള്ളത്. ഫ്രഞ്ച്, ജർമ്മൻ, പിന്നെ ഇറ്റാലിയൻ ആൻഡ് റൊമാനിഷ്. ദൂരത്തേക്കുള്ള ഒരു വ്യൂ ഉണ്ടാവും. സോ ബ്യൂട്ടിഫുൾ. ഇന്നലെ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് റീജിയനിൽ പോയപ്പോൾ ചെറുതായിട്ട് മേളിൽ ഇങ്ങനെ സ്നോ പിടിച്ച് കിടക്കുന്നത് കണ്ടു. പക്ഷെ ഇത്ര അടുത്ത് നമുക്ക് കാണാൻ പറ്റിയില്ല. നമ്മളിപ്പം സ്റ്റേഷൻ അടുത്തെത്താറായി. സ്റ്റേഷൻ അടുത്തോട്ട് എത്തിയപ്പം കംപ്ലീറ്റ്ലി വൈറ്റ് ആയി. 3240 meters or 10,000 feet above sea level. Also you will experience world's first rotating cable car called the Tetlis Rotary Time. Let's go take photographs. Post that whatever the time for the meal is given, please reach back to the restaurant. Meal is at level 3 by the way, okay? Level 3 and the timings once I get I will update you there itself before boarding the cable car. Also you have free Wi-Fi. The station is also on the right side. നമ്മളിപ്പം ഇവിടെ എത്തിയപ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ബ്ലൂയിഷ് ആയി. ഈ the cable car, don't get afraid, okay? റൈറ്റിൽ കാണുന്നതാണ് മൗണ്ട് എറ്റ്ലസ്. You'll be in the clouds, you'll be above the sky. പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല മൗണ്ട് എറ്റ്ലസ്. So this is near to near to Mount Atlas. എല്ലായിടും ഇങ്ങനെ മഞ്ഞ് ഒതുങ്ങി കിടക്കുന്ന കേട്ടോ. കംപ്ലീറ്റ്ലി ബ്ലൂയിഷ് ആയി. നമുക്കിപ്പം സൺലൈറ്റ് ഒന്നും ഇല്ല. അല്ലെങ്കിൽ ഒരു once the bus parks, soon we'll be parking the bus in ഒരു ഡേ ഫീലിംഗേ ഇല്ല. Please walk with me. I will show you the washrooms. Use the washrooms. ഒരു and meanwhile I arrange your ticket. എനിക്കിത് ആദ്യത്തെ ഒരു ഫീലിംഗ് ആണ് ഇവിടുത്തെ. സോ ഞാനത് ശരിക്കും എൻജോയ് ചെയ്യണം ആ ഒരു ഫീലിംഗ്. സ്വിറ്റ്സർലൻഡില് മൗണ്ട് എറ്റ്ലസിന് മേലെ വന്നപ്പോൾ കണ്ടതാണ് പാവ് ബജി, മാംഗോ ലസ്സി, സ്പൈസ് ബിസ്ട്രോ. എവിടെ പോയാലും നമ്മൾ ഇന്ത്യൻ ഫുഡ് കാണും. ഭയങ്കര ഒരു ഇന്ത്യൻസിൻ്റെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. പിന്നെ അത് മാത്രമല്ല എല്ലാവർക്കും ഈ ഫുഡ് ഇഷ്ടമാണ്. നമ്മളിപ്പോൾ മൗണ്ട് എറ്റ്ലസിൻ്റെ ഇത് കണ്ടോ? ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോഴാണ് കാണുന്നത്. സ്വിസ് ആൽപ്സ് നമുക്ക് അവിടെ നിന്ന് കാണാം. അടിപൊളി വ്യൂ. എൻ്റെ മോനെ, സ്വിറ്റ്സർലൻഡിലെ മൗണ്ട് എറ്റ്ലസിൽ എന്നുള്ള അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്പാർക്കിന് ഒന്നുകൂടെ ഇവിടെ വരണമെന്ന്. വരാം, ഇപ്പോഴത്തെ ഈ ട്രിപ്പ് കഴിയട്ടെ, പിന്നെ നമുക്ക് വരാം. ഓക്കെ ദൈവമേ. ഓക്കെ, മൗണ്ട് എറ്റ്ലസിലെ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ നിക്കോളസ്, നമ്മുടെ ക്യാപ്റ്റൻ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഈ വണ്ടിയിൽ നമ്മൾ വന്നത്. ഇപ്പം സ്കൈ ഒന്നുകൂടെ ക്ലിയർ ആയി. അപ്പോൾ നമുക്ക് അവിടുത്തെ വില്ലേജസ് ഒക്കെ കാണാം. എന്തായിരിക്കുമല്ലേ ഇവരുടെയൊക്കെ ഡെയിലിയുള്ള വ്യൂ. ഇവരൊക്കെ ഇതൊക്കെ കണ്ട് മടുത്തിട്ടുണ്ടോ? വെറുത്തിട്ടുണ്ടോ? പിന്നെ സ്വിസ് ആൽപ്സ് നമുക്ക് കാണാം മേലിലൂടെ. ഇപ്പോൾ ഭയങ്കര ക്ലിയർ ആയി. മുമ്പ് നമ്മൾ വന്നപ്പോൾ ഇത്രയും ക്ലിയർ അല്ലായിരുന്നു. അടിപൊളി. ഇതാണ് നമ്മളുടെ ഇവിടുത്തെ ബേസ് ക്യാമ്പ് എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ മുമ്പ് കണ്ട സ്പൈസ് ബിസ്ട്രോ. ഇവിടെ നമുക്ക് എൻട്രൻസ് ഒക്കെ ഉണ്ട്. പിന്നെ സ്കീയിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്കീയിങ് എക്യുപ്മെൻ്റ് ഒക്കെ ഇവിടെ നിന്ന് മേടിക്കാം. ഇത് നമ്മുടെ അശോക് ഭായ്. Ashok bhai, how is Switzerland? Yo, Hani Singh, it's very nice. You're from? From Rajasthan, from Ajmer. Ajmer. Yeah. Nice you wanna settle in Switzerland? I wish to. Okay. Very nice country. Very nice country. People are very helping. And of course, Daksh is our main leader. He's a gentleman. I found it till yet. Thank you. So, very good country. ഓക്കെ. അശോക് ഭായി നമ്മളെ കുറച്ച് പൊക്കിയൊക്കെ പറഞ്ഞു. അവിടുന്ന് നമ്മളുടെ
സ്വിസ് ആൽപ്സ്. എവിടെ തിരിഞ്ഞാലും സ്വിസ് ആൽപ്സ്, ഇവിടെ തിരിഞ്ഞാലും സ്വിസ് ആൽപ്സ്, ഇവിടെ തിരിഞ്ഞാലും സ്വിസ് ആൽപ്സ്, ഇവിടെ തിരിഞ്ഞാലും സ്വിസ് ആൽപ്സ്. അടിപൊളിയല്ലേ? സോ നമ്മൾ മൗണ്ട് ടിറ്റ്ലിസിനകത്ത് കയറിയിട്ട് നമ്മളുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേബിൾ കാറാണ്. നമ്മൾ ആ കേബിൾ കാർ കയറാനുള്ള ക്യൂവിലാണ്. ഭയങ്കര ക്യൂ ആണ്. ഇന്ന് ഹോളിഡേ ഒക്കെയാണ്, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ക്യൂ ഉണ്ട്. ലോക്കൽസ് കുറേ പേര് സ്കീ ചെയ്യാനും വരുന്നുണ്ട്. ഓരോ ക്യൂബിക്കിളിലും ഓരോരോ ഫ്ലാഗ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇന്ത്യൻ ഫ്ലാഗാണ് ഈ ക്യൂബിക്കിളിൽ. നമ്മളിങ്ങനെയാണ് കയറുന്നതിനകത്തോട്ട്. നമ്മൾ അൽബേനിയ ട്രാവൽ ചെയ്തപ്പോഴും ഇങ്ങനെ കയറിയായിരുന്നു. ഇത് ഏതോ ഒരു വേറൊരു കൺട്രിയുടെയാണ്. ഏത് രാജ്യത്തിനും അറിയത്തില്ല. ഇവിടുന്ന് സംഭവത്തിന് നല്ല സ്പീഡ് കൂടും. ഈ ഡോർ അടയും ഇവിടുന്ന്. ഓക്കെ, it's pretty fast. Oh my god, super view alle. Wow, nice view alle. Swiss Alps. Superb. Pine forest ഒരു സൈഡിൽ. Wow, what a view. അവിടെ നമുക്ക് വില്ലേജ് ഒക്കെ കാണാം, സ്വിസ് വില്ലേജ്. സോ ഇതാണ് മൗണ്ട് ടിറ്റ്ലിസിലെ കേബിൾ കാർ. അവിടെ ഒരു ആർട്ടിഫിഷ്യൽ ലേക്കൊക്കെ ഉണ്ട്, നമ്മൾ വന്നപ്പോൾ കണ്ടായിരുന്നല്ലോ. ക്ലിയർ സ്കൈ, സ്വിസ് ആൽപ്സ്, കേബിൾ കാർ. അടിപൊളിയല്ലേ? എന്താ പറ ട്രിപ്പിനെ കുറിച്ച് പറയാം? ബ്രെത്ത്ടേക്കിംഗ് അല്ലേ? സൂപ്പർ, അടിപൊളി കേട്ടോ. അത് ഒന്നും പറയാനില്ല. പൈൻ ഫോറസ്റ്റ്, പൈൻ ഫോറസ്റ്റിന് അടുത്ത് നമ്മൾ ഇപ്പോഴല്ലേ കാണുന്നത്. എല്ലായിടും കുറച്ച് സ്നോ ഒക്കെ മെൽറ്റ് ആയി തുടങ്ങി. കാരണം നല്ല വെയിലുണ്ടല്ലോ, ക്ലിയർ സ്കൈ ആയല്ലോ. നമ്മൾ ഭയങ്കര ലക്കിയാണ്. വന്ന സമയത്ത് ഭയങ്കര മൂടിയായിരുന്നു, പക്ഷെ ഉടനെ അത് ക്ലിയർ ആയല്ലേ. ആഹാ, വെയിൽ. ആൾക്കാരൊക്കെ സ്കീ ചെയ്യുന്നൊക്കെ ദൂരെ നിന്ന് കാണാം. കാരണം സ്കീ ചെയ്ത് പോകുന്നുണ്ടോ. ഇന്ന് ഹോളിഡേയ്സ് ഒക്കെ ആയതുകൊണ്ട് ആൾക്കാർ കുറേ പേരുണ്ട് സ്കീയിങ്ങിന്. ലോക്കൽസും പിന്നെ ജർമ്മൻസും ഒക്കെയാണ് കൂടുതൽ ഇവിടെ വന്നിട്ട് സ്കീ ചെയ്യുന്നത്. താഴെ നമുക്ക് ഈ സ്കീയിങ് എക്യുപ്മെന്റ്സ് ഒക്കെ നമുക്ക് റെന്റിന് എടുക്കാം. ഇതുണ്ടോ, നല്ല വ്യൂ കിട്ടുന്നുണ്ട് നമുക്ക്. സ്വിസ് ആൽപ്സിന്റെ നല്ല വ്യൂ കിട്ടുന്നുണ്ട്. മൗണ്ട് ടിറ്റ്ലിസ്. നമ്മൾ നല്ല പൊക്കത്തിലാണ് പോകുന്നത്, നല്ല പൊക്കത്തിലാണ് പോകുന്നത്. ഇതുണ്ടോ, ഇത്രയും താഴ്ചയുണ്ട്. നല്ല താഴ്ചയല്ലേ? നല്ല ഹൈറ്റിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ നല്ല വെയിൽ വന്നിട്ട് തട്ടുന്നതും വേറൊരു സൈഡിൽ ഇങ്ങനെ തണലുള്ളത് ഭയങ്കര ഒരു സൂപ്പർ ഫീലാണ്. ഇതുണ്ടോ, അതെന്താ മഞ്ഞാണോ അല്ലെങ്കിൽ മേഘമാണോ? മേഘമല്ല, മഞ്ഞ് പോലൊക്കെ തോന്നില്ലല്ലോ അത് കണ്ടിട്ട്. മേഘമാണോ അത്? മേഘമാണല്ലേ? അത് മേഘമാണെന്ന് തോന്നുന്നത്, ഇത് മഞ്ഞല്ലെന്ന് തോന്നുന്നത് അവിടെ കാണുന്നത്. ആ, അത് മേഘമാണ്, അത് ശരിയാ. അത് മഞ്ഞല്ല കേട്ടോ. എനിക്ക് നമ്മൾ കയറി വന്നതാന്ന് തോന്നുന്നു അവിടോട്ട്. അറിയത്തില്ല എങ്ങനെയാന്ന്, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ. ഒരു വെള്ളമൊക്കെ ഒഴുകി പോകുന്ന പോലെ ക്ലൗഡ്സ്. നമ്മൾ ഇവിടോട്ട് വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് സ്റ്റേഷനാണ് താഴെ കാണുന്നത്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് സ്റ്റേഷനിൽ ഇറങ്ങിയില്ല. അതിനുശേഷം നമ്മൾ മേലോട്ട് വന്നു. ഇവിടെ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ലേക്ക് എഗെയിൻ കാണാം. നമുക്ക് അവിടെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതാണ്. ഐസ് ലെയറിങ്, സ്കീയിങ് കൈൻഡ് ഓഫ് തിങ്സ് ആൻഡ് എവരിതിങ്. പക്ഷേ ഇവിടുന്ന് നമ്മൾ മുന്നേ കണ്ടതിനേക്കാളും ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു ഇവിടോട്ടുള്ളത്. നമുക്ക് ആ ഒരു ലേക്ക്, ഐ മീൻ ആ ഒരു ഐസ് സ്കേറ്റിംഗ് ഗ്രൗണ്ടൊക്കെ കാണാം അവിടെ.
കുറേ പേര് അവിടെ ഐസ് സ്കേറ്റിംഗ് ചെയ്യുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ, ചുറ്റും മൗണ്ടൻസ് ആയിരുന്നു. That is clouds. That is clouds. It is clouds, right? Super beautiful. Why clouds that low? നമ്മളെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഇതാട്ടോ. നല്ല പോക്കറ്റിലാണ്. Flash off பண்ணிட்டேன். നമ്മളിനി അടുത്ത സ്റ്റേഷനിലാണ് ഇറങ്ങാൻ പോകുന്നത്. ഇതൊരു അടിപൊളി കേട്ടോ. അൽബേനിയ ഒക്കെ വെച്ച് പറയുമ്പോൾ അൽബേനിയ ഒന്നുമില്ല. അവിടുന്ന് ആൾക്കാർ സ്കീ ചെയ്ത് വരുന്നുണ്ടോ? ഓഫ്, എന്താ രസമല്ലേ, അടിപൊളി. അടിപൊളിയായിട്ട് സ്കീ ചെയ്ത് വരും കേട്ടോ ഏറ്റവും മേളിൽ നിന്ന്. ഇതാണ് ഇവരുടെ ഒരു മേജർ എൻ്റർടൈൻമെൻറ്റ്, അല്ലെങ്കിൽ ഒരു സ്പോട്ടാണ് ഇവരുടെ. അങ്ങ് ദൂരെ നിന്ന് ആൾക്കാർ സ്കീ ചെയ്ത് വരുന്നുണ്ടോ? എന്താ രസമല്ലേ, അടിപൊളി. ദൂരെ നമുക്ക് കാണാം, എന്താ അല്ലേ, സ്കീ ചെയ്ത് വരും ആൾക്കാർ. ദൂരെ നിന്ന് തോളൂട്ടാവും ആൾക്കാർ സ്കീ ചെയ്ത് പോകുന്നുണ്ടോ? മൗണ്ട് എറ്റ്ലസ് സ്കീയിങ്. എപ്പോഴെങ്കിലും സ്കീയിങ് ഒക്കെ പഠിച്ച് വന്നിട്ട് ഇത് ചെയ്യണം. നമ്മൾ ആ കേബിൾ കാർ അടുത്ത മേളിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫ്ലയർ ഇതിനകത്ത് മേളിലോട്ട് പിന്നെയും പോകുന്നതാണ്, വേറൊരു ലെവലിലോട്ട് പോകുന്നതാണ്. ഇതിനകത്ത് അറ്റ് എ ടൈം 80 ആൾക്കാർക്ക് കയറാം. റൊട്ടയർ അല്ലേ, റൊട്ടയറിനകത്ത് കയറി നമ്മൾ അടുത്ത ലെവലിലോട്ട് പോവാണ്. സോ അതിൻ്റെ ക്യൂ ആണ് ഈ കാണുന്നത്, ഭയങ്കര ക്യൂ ആണ് കേട്ടോ. അടുത്ത നമ്മൾ ഈ റൊട്ടയറിൽ കയറാൻ പോവാണ്. ലെറ്റ്സ് ഗോ. അത് കണ്ടോ, ആ ഒരു റൊട്ടയറിലാണ് നമ്മൾ മേളിലോട്ട് പോകാൻ പോകുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ അടുത്ത ആക്ടിവിറ്റി. അടിപൊളിയായിരിക്കും അതിനകത്തു നിന്നുള്ള വ്യൂ. 360 ഡിഗ്രി തിരിയുന്ന ലോകത്തിലെ ആദ്യത്തെ കേബിൾ കാറാണ് ആ സാധനം. ലോകത്തിൽ ആദ്യമായിട്ട് ഈ സംഭവം കൊണ്ടുവന്നത് സ്വിറ്റ്സർലൻഡാണ്. നമ്മൾ എന്നിട്ട് അങ്ങനെ മേളിലോട്ട് പോകും. 5 മിനിറ്റ്സോളം ഉണ്ട് ഈ ഒരു ജേർണി. വാ, നമ്മുടെ റൊട്ടേർ വരുന്നതുണ്ടോ? ടിറ്റ്ലിസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. താഴെ സ്വിസ് ഫ്ലാഗിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഇതിനകത്തൊരു 80 ആൾക്കാർക്കോളം പോവാം. ഇപ്പോൾ അതൊക്കെ ഇത് ഇവിടെ വന്ന് ലാൻഡ് ആവും. ആ സൈഡിൽ കൂടെ ആൾക്കാർ എക്സിറ്റ് ആവും, നമ്മൾ ഈ സൈഡിൽ കൂടെ എൻട്രി. നല്ല വെയിലുണ്ട് കേട്ടോ ഇപ്പം, പക്ഷെ ഒന്നും അറിയുന്നില്ല, തണുപ്പാണ്. ഒരു സൈഡിൽ വെയിലടിക്കുന്നു, ഒരു സൈഡിൽ നല്ല തണുപ്പ്. സോ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്നുള്ള മേളിലോട്ടുള്ള ഒരു ജേർണി. ഒരു 80 ആൾക്കാർക്കോളം ഇതിനകത്ത് കയറാം. ആ 80 ആൾക്കാർ കയറി നിൽക്കുന്നത് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും വ്യൂവും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് ആണ്. നമുക്ക് അതിനകത്ത് വിൻഡോയുടെ അടുത്തുള്ള സംഭവം കിട്ടിയില്ല. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ നമ്മളിവിടെ അങ്ങ് നിൽക്കുക. ഇത് പതുക്കെ റൊട്ടേറ്റ് ആവുന്നതാണ്, കണ്ടോ? നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോലെ അല്ല ഇപ്പോൾ ഉള്ളത്. നല്ലൊരു സംഭവം കേട്ടോ, നല്ല സ്റ്റേബിളാണ്, കുറച്ചുകൂടെ നല്ല റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അടിപൊളി. ലോകത്തിലെ ആദ്യത്തെ റൊട്ടേറ്റിംഗ് 360 ഡിഗ്രി റൊട്ടേറ്റിംഗ് കേബിൾ കാറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. തിരിയുന്നുണ്ട്, നമ്മൾ അങ്ങോട്ടായിരുന്നു നിന്നിരുന്നത്. ഇപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെയാണ് ഈ ഒരു വ്യൂ ആയിട്ട്. വാവ്, അങ്ങനെ നമ്മൾ 360 ഡിഗ്രി തിരിഞ്ഞ് മൗണ്ട് എറ്റ്ലസിൻ്റെ മേളിലോട്ട് എത്താറായി. നല്ല രസമല്ലേ ഇവിടുന്ന്. സോ ഇതാണ് മൗണ്ട് എറ്റ്ലസ്. മൗണ്ട് എറ്റ്ലസിൽ നിന്നുള്ള വ്യൂ സൂപ്പർ. ക്ലൗഡ്സ് നമ്മളങ്ങനെ മേലെത്താറായി. ഇവിടെ 5 സ്റ്റേഷൻസ് ഉണ്ട്. ഒന്ന് നല്ലോണം മൗണ്ട് എറ്റ്ലസിൽ നിന്നുള്ള വ്യൂ. ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കെ എന്ന ബോളിവുഡ് മൂവി ഷൂട്ട് ചെയ്ത ലൊക്കേഷനോടാണിത്. ഓക്കെ, അപ്പോൾ ഇത് ഭയങ്കര ഒരു ഫേമസ് സ്പോട്ടാണ്. നമ്മളുടെ ഈ സ്വിറ്റ്സർലൻഡ് ട്രിപ്പിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയ ആക്ടിവിറ്റീസ് ചെയ്യാനാണ് നമ്മളിനി പോകുന്നത്. ഗായ്സ്, നമ്മളുടെ സ്വിറ്റ്സർലൻഡ് ട്രിപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ലുക്ക് ഫോർവേഡ് ചെയ്ത മൊമെൻ്റാണിത്. ഒരു ആക്ടിവിറ്റിയാണിത്. നമ്മളിവിടെ വന്ന് നമുക്ക് മൗണ്ട് ഇറ്റ്ലിസിൽ വന്നിട്ട് പ്ലെയിൻ സ്നോയിൽ ഐസ് ഫ്ലെയർ ചെയ്യാം, ഐസ് ട്യൂബിങ് ചെയ്യാം, അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം. അത് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. നമ്മൾ വന്ന റൊട്ടേറ്ററാണ് ആ കാണുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് മൗണ്ട് ഇറ്റ്ലിസിലാണ്. ആൻഡ് ഇത് അവിടെ നിന്നുള്ള വ്യൂ ആണ്.
ഏതാണ്ട് സ്വിറ്റ്സർലൻഡിൻ്റെ നടുക്കായിട്ടാണ് ഈ മൗണ്ട് ഇറ്റ്ലിസ് വരുന്നത്. ഇവിടെ നമുക്ക് സ്വിറ്റ്സർലൻഡിൻ്റെ ഏത് പാർട്ടിലോട്ട് എത്താനും 2 hours മതി. നമ്മളിപ്പോൾ നടക്കുന്ന പ്ലെയിൻ ഐസിലാണ് ഗൈസ്, പ്ലെയിൻ ഐസിൽ. നമ്മൾ സ്കോട്ട്ലൻഡിലൊക്കെ മഞ്ഞ് കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതായത് പ്ലെയിൻ ഐസിൽ ഇങ്ങനെ നടക്കുക എന്നുള്ളത്. പ്ലെയിൻ ഐസാണ് ഈ കാണുന്നത്. മാത്രമല്ല നമ്മളിന്ന് ഭയങ്കര ലക്കിയാണ്, കാരണം നല്ല ക്ലിയർ സ്കൈ കിട്ടി നമുക്ക്. ഇവിടുന്ന് നമുക്ക് എല്ലാ 360 ഡിഗ്രി വ്യൂ കിട്ടുന്നുണ്ട്, കാരണം ക്ലിയർ സ്കൈ ആയതുകൊണ്ട്. എല്ലാവർക്കും ഇത് കിട്ടത്തില്ല, നമ്മൾ ഭയങ്കര ലക്കിയാണ്. ഇതാണ് JCB കിടക്കുന്നത് മഞ്ഞ് വാരി എടുക്കാൻ വേണ്ടിയിട്ട്. അടിപൊളി എക്സ്പീരിയൻസ്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി ഐസ് ഫ്ലയർ ആണ്. അതായത് ഈ ഒരു തുറന്ന സാധനത്തിനകത്ത് നമ്മളിരുന്ന് ഇങ്ങനെ പോകും. ശരിയാക്കാം, നമ്മുടെ സ്വിറ്റ്സർലൻഡ് ട്രിപ്പിലെ ഏറ്റവും എക്സൈറ്റിംഗ് ആക്ടിവിറ്റീസ് ഗൈസ്. അങ്ങനെ നമ്മൾ ഐസ് ഫ്ലയറിനകത്താണ് ഇപ്പോൾ. ഓപ്പൺ ഈ ഒരു സാധനത്തിന് നല്ല സ്കെയറി കേട്ടോ. ഞങ്ങൾ തണുത്ത് വിറച്ചിനകത്തിരിക്കുക. അദ്ദേഹത്തെ കണ്ടോ, താഴെ ഒന്നും ഇല്ല. അയ്യോ, എനിക്ക് മൊബൈൽ കൂടുതലും പിടിക്കാൻ പറ്റുന്നില്ല. ഈ ഐസ് ഫ്ലയർ ഞാൻ പറയല്ലോ, നമ്മുടെ സ്കോട്ട്ലൻഡ് ട്രിപ്പിലെ ഏറ്റവും ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണിത്. ഇതിനകത്ത് സ്വിറ്റ്സർലൻഡ് തെറ്റിപ്പോയി, ചെറുതായിട്ടും തെറ്റിപ്പോയി. ഈ സെൽഫി സ്റ്റിക്ക് ഒന്ന് പിടിക്കാമോ? ഓക്കെ. സോ അതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ലുക്ക് ഫോർവേഡ് ചെയ്ത ആക്ടിവിറ്റിയാണ് ഈ ഒരു ഐസ് ഫ്ലെയർ എന്ന് പറയുന്നത്. ഭയങ്കര ഫീൽ കേട്ടോ, ഒന്നും പറയാനില്ല. ഈ ഒരു സാധനത്തിനകത്ത് നല്ല ഹൈറ്റിലാണ് പോകുന്നത്. സൈഡിൽ ആൾക്കാർ സ്കീ ഒക്കെ ചെയ്യുന്നുണ്ട്. താഴത്ത് വയ്ക്കാൻ പോവാ. ഇനി വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഓക്കെ ഗായ്സ്, ഞങ്ങൾ മേലോട്ട് പോവാണ്. നമ്മളിതിനകത്താണ് പോയി വന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളുടെ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞു. അടിപൊളി സാധനം. താഴെ വരെ പോവും, തിരിഞ്ഞ് കയറി വരും. ഒരു രക്ഷയില്ല. മസ്റ്റ് ഡു ഐറ്റം ആണ്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി ഗൈസ്, സൂപ്പർ. മൗണ്ട് ഇറ്റ്ലിസ് നമ്മൾ ഏറ്റവും കൂടുതൽ ലുക്ക് ഫോർവേഡ് ചെയ്ത സാധനമാണ്. ഇതാണ് നമ്മുടെ അടുത്ത ആക്ടിവിറ്റി. ഇതൊരു ആക്ടിവിറ്റി അടിപൊളി കേട്ടോ. ഇതായത് ക്ലിഫ് വാക്ക്. ഇതുണ്ടോ, ഇത് താഴെ മുഴുവനും വലിയ കൊക്കയാണ്. ആ കൊക്കയുടെ മുകളിൽ കൂടെ നമുക്കിങ്ങനെ ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് കൂടെ നടക്കാം. നമുക്ക് നല്ലോണം കുലുങ്ങും നമ്മൾ ഇതിനകത്തോട്ട് നടക്കുമ്പോൾ. നമ്മൾ നല്ലോണം ഷെയ്ക്കാണ് കാര്യങ്ങൾ. പക്ഷേ നല്ല രസമുണ്ട്, നല്ല ഫീല് ഇങ്ങനെ കാണാൻ. ഇതാണ് മൗണ്ട് ഇറ്റ്ലിസിലെ ക്ലിഫ് വാക്ക്. അടിപൊളി സംഭവം, ഒന്നും പറയാനില്ല. ശരിക്കും എൻജോയ് ചെയ്തു. ശരിക്കും ഈ ഒരു ട്രിപ്പ്, സ്വിറ്റ്സർലൻഡ് ട്രിപ്പ് വർത്തായി. എനിക്ക് ഇനിയും വരണമെന്ന് തോന്നുന്നു ഇവിടെ. ഐ വിൽ നോട്ട് ഗെറ്റ് ബോർഡ് ഓഫ് ദിസ് പ്ലേസ് ഫോർ ഷുവർ. സോ അഗെയിൻ ദർ ഇസ് വൺസ് മോർ മൗണ്ട് ഇറ്റ്ലിസ് ഫ്രം ദ ക്ലിഫ് വാക്ക്. മൗണ്ടൻ്റെ ഇടയ്ക്ക് ഉള്ള മഞ്ഞ്. എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ നിങ്ങളൊരു അടിപൊളി സീൻ കാണിച്ചു തരാം. മുമ്പേ കാണിച്ചാണ്, പക്ഷേ ഇവിടുന്ന് നല്ലൊരു രസമുണ്ട് കാണാൻ. 2 മൗണ്ടൻസ്, അതിൻ്റെ ഇടയ്ക്ക് ഉള്ള ക്ലൗഡ്സ് കണ്ടോ? അതിൻ്റെ ഇപ്പുറത്ത് മഞ്ഞ് പൊതിഞ്ഞ് നിൽക്കുന്ന മൗണ്ടൻസ്, മഞ്ഞ് വീണ് കിടക്കുന്നത്. അങ്ങനെ നമ്മളുടെ സ്നോ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞു. നമ്മളുടെ ആ സെയിം സ്ഥലത്ത് തന്നെ ലെവൽ 3 നമ്മൾ വന്നിരിക്കുകയാണ് ഫോർ അവർ ലഞ്ച്. ഇവിടെ നമുക്ക് AFC നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ലഞ്ച് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. സൂപ്പുണ്ട്, പിന്നെ കുറച്ച് ഇന്ത്യൻ ഫുഡ് ആൻഡ് എവറിത്തിങ് ഇസ് ദേർ. സോ ഹോപ്പ്ഫുള്ളി ഗുഡ് ഫുഡ് യു ക്യാൻ എൻജോയ്. Dokla. So lunch with a view at Mount Titlis. Mount Titlisന്റെ മേളിൽ घर का खाना मिला. Pav Bhaji. After lunch, directly you have to go down, okay, on your own. Okay. Before 4, you should be in the bus. Then some soup, pav bhaji, rice, dal, some curry also. Let's see how it is. So I'm gonna try the rice. Food is good. Dal is also good. Nalla sondu. So let me have the food. ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. പാവജിയൊക്കെ ചേർത്ത് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങാൻ പോവാം. ഇത്രേ ഉള്ളൂ.
പരിപാടി ഇന്ന് മേളിൽ. ഞാൻ പാവ് ബജി ട്രൈ ചെയ്തു കേട്ടോ, അടിപൊളി. എന്താ അറിയില്ല, കുറച്ച് നാൾക്ക് ശേഷം ഇന്ത്യൻ ഫുഡ് ട്രൈ ചെയ്യുന്നതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഫ്രാൻസിലും സ്വിറ്റ്സർലൻഡിലും നമ്മൾ ഇതുപോലെ നല്ല ഒരു ഫുഡ് കഴിച്ചില്ല. സോ ലെറ്റ് മീ എൻജോയ് മൈ ലഞ്ച് ആൻഡ് ഇതിന് ശേഷം ബാക്കി കാഴ്ചകൾ. ഇനി നമ്മുടെ അടുത്ത ആക്ടിവിറ്റിയാണ് ഗ്ലേഷ്യർ കേവ്. ഇതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ബസ്സിലോട്ട് പോവാണ് കേട്ടോ, നമ്മൾ തിരിച്ചു പോവാം. ഇന്നത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല, നമ്മൾ പിന്നെ വേറൊരു പരിപാടിക്ക് പോകണം, അത് സർപ്രൈസാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗ്ലേഷ്യർ കേവ്. സോ നമ്മളിപ്പം ഗ്ലേഷ്യർ കേവിലോട്ട് എൻട്രി ചെയ്യാൻ പോകണം. Alright, so this is what a glacier cave looks like. തണുപ്പുണ്ട്. ഓ തെന്നും എൻ്റെ ഉണ്ട് തെന്നോ അല്ലേ, ഇവിടെ തെന്നും കേട്ടോ, എൻ്റെ ഉണ്ട് കണ്ണു തെന്നോലേ കേജാന തെന്നി. ഓ ഇതുണ്ടോ മരത്തിൻ്റെ അടിപൊളി. പശുവിനും മണിയൊക്കെ തണുപ്പിച്ച് ഐസിനകത്ത് ചെയ്തു. ഇതൊരു ഐസ് കേവ്. തലയിടിയത് ഇഗ്ലൂനകത്തൊക്കെ പോയിട്ടുണ്ടല്ലേ. അടിപൊളി. ഇതാണ് ഗ്ലേസിയർ കേവ്. ഇതും നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ടെറ്റ്ലെസ് ജിന്നൊക്കെ ഉണ്ട് ഇവിടെ. സൂപ്പർ എക്സ്പീരിയൻസ്. താഴെ നമുക്ക് ഫുൾ സ്നോയാണ്, അതേപോലെ നമ്മൾ നടക്കുന്നത്. സൈഡിലൊക്കെ സ്നോയാണ് കണ്ടോ, മേളിലും എല്ലാം. നമ്മൾ ആ ഗ്ലേസിയർ കേവിനകത്തൂടെ ഇങ്ങനെ നടക്കുകയാണ് ഗൈസ്. സോ ഇതാണ് ഗ്ലേസിയർ കേവ്. ഇതാ ഐസ്, ചുറ്റിനും ഐസ്. നല്ലൊരു ഫീലായിരുന്നു. നമ്മളുടെ അപ്പോൾ അങ്ങനത്തെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞു. നമ്മൾ മൗണ്ട് എറ്റ്ലീസിന്ന് അടുത്തത് വേറെ എക്സൈറ്റിംഗ് സ്ഥലത്തോട്ട് പോവാണ്. ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ഗസ് ചെയ്യാവോ? അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ അടുത്ത സ്ഥലത്ത് ചെന്നിട്ട് കാണിച്ചു തരാം. നമ്മളുടെ റിട്ടേൺ ട്രിപ്പിൽ നമുക്ക് റൊട്ടേഷൻ്റെ ഫ്രണ്ട് സൈഡ് കിട്ടി, 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നതിനകത്ത്. അപ്പം ഇത് നമ്മളവിടെ ഫ്രണ്ട് സീറ്റ് തന്നെ വന്ന് പിടിച്ചു. ഇതിൻ്റെ ഒരു സ്ലോ മോഷൻ എടുക്കാം. സ്ലോ മോഷനില്ല, ടൈം ലാപ്സ് എടുക്കാം അല്ലേ, രസമായിരിക്കും. അപ്പോൾ ഇത് ടൈം ലാപ്സ് എടുക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഇതാണ് അതിൻ്റെ വ്യൂ. ഞാൻ കയറി വന്നപ്പം അതിൻ്റെ ഫുൾ വ്യൂ കാണിച്ചിരുന്നല്ലോ. ഓ ഇതിനകത്ത് തിരിച്ചിറങ്ങുന്ന അപാര ഫീലും കേട്ടോ, കാരണം ഇത് ഭയങ്കര വലിയ കൊക്ക പോലത്തെ ഒരു സംഭവമാണ്. നമ്മളിങ്ങനെ തിരിഞ്ഞ് പോവാ. 360 ഡിഗ്രി തിരിയല്ലോ. ഇത് നോക്ക്, ഭയങ്കര സ്കെയറി അല്ലേ? എക്സ്പീരിയൻസ് ആണ്. On the side, the summit, this one, and this one is also. ഇത് നമ്മുടെ റൊട്ടേറ്ററിന്റെ ആ ഒരു ഇത് കാണാം, എന്താ എൻ്റെ പേര്, നമ്മുടെ ഷാഡോ. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അല്ലേ? ഭയങ്കരമായിരുന്നു, നല്ലത് നല്ലൊരു ഫീലായിരുന്നു. റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ തിരിഞ്ഞു വന്നു. ഇത് പോന്നു ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. സ്വിറ്റ്സർലൻഡിൻ്റെ ഫ്ലാഗ് ഉണ്ടാക്കാം താഴെ. ക്ലാസ് സാധനമല്ലേ, അവരുടെ കളർ കോമ്പിനേഷനും ഫ്ലാഗും മൊത്തത്തിൽ ഒരു ക്ലാസ് സ്ഥലം, ക്ലാസ് പീപ്പിൾ, ക്ലാസ് ആക്ടിവിറ്റീസ്. അടിപൊളി. ഓഹ് ഇത് ഭയങ്കര കേട്ടോ. നമ്മളിങ്ങനെ ഒരുമാതിരി ഏറിപ്പോകുന്ന പോലത്തെ ഫീലാണ്. അതാണ് മൗണ്ട് എറ്റ്ലസ്. നമ്മൾ മൗണ്ട് എറ്റ്ലസിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ വരെ നിന്നു. പക്ഷെ ഇത് ടൈം ലാപ്സ് എടുക്കാൻ പറ്റിയില്ല, കാരണം അല്ലാതെ തന്നെ അടിപൊളി വ്യൂ ആയിരുന്നു. ഇത് നമ്മൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയൊരു മിസ്സിങ് ആയിപ്പോയത്. ഒരു രക്ഷയില്ല. തിരിച്ചു വന്നപ്പോഴാണ് അതിൻ്റെ പക്ക ഒരു എൻജോയ്മെൻറ്റ് കിട്ടിയല്ലേ. അങ്ങോട്ട് പോയപ്പോഴത്തേക്കും നമ്മൾ നടുക്ക്
നമുക്ക് നടുക്കാണല്ലോ നിന്നത്. എനിക്ക് പാർക്കിങ്ങിന് സൈഡ് സീറ്റ് ഇത്ര രസമില്ല. തിരിച്ചിറങ്ങുന്നതാണ് എൻ്റെ ഫീല്. ഉഫ്, എൻ്റെ മോനെ, കൊക്ക, ശരിയായ കൊക്ക, മഞ്ഞ് മൂടി കിടക്കുന്ന കൊക്ക. എന്തല്ലേ, ഭയങ്കര രസമുണ്ടല്ലേ മഞ്ഞ് മൂടി കിടക്കുന്നതാണ്. നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് തിരിഞ്ഞു വന്നോ. അതാണ് 360 ഡിഗ്രി തിരിയുന്ന ലോകത്തിലെ ആദ്യത്തെ കേബിൾ കാർ. അടുത്ത സെറ്റ് ആൾക്കാർ കയറാൻ നിൽക്കുന്നുണ്ടോ. നമ്മൾ ഇതുവഴി ഇറങ്ങും, അവര് അതുവഴി കയറും. എപ്പോഴും നല്ല ജനമുണ്ടെന്നുള്ളതാണ് കയറി പോവാന്. അറിയത്തില്ല, ഈ സമയത്ത് നല്ല ജനമുണ്ട്. അപ്പോൾ ഇതാണ് മൗണ്ട് ഇറ്റ്ലസിലെ നമ്മളുടെ തിരിച്ചിറങ്ങി വന്ന യാത്ര. ഇനി നമ്മൾ അടുത്തൊരു അടിപൊളി സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഇപ്പം കാണിച്ചു തരാം ആ സ്ഥലം. ഓക്കെ, ഓ മൈ ഗോഡ്, നമ്മൾ തിരിച്ചിറങ്ങി പോവാണ് മൗണ്ട് ഇറ്റ്ലസിന് കേബിൾ കാറിൽ. റൊട്ടേറ്ററിൽ വന്ന് ഇറങ്ങി കേബിൾ കാറിൽ. സർപ്രൈസ് സ്ഥലമല്ല, സർപ്രൈസ് എല്ലാം കുറച്ചുകൂടെ കഴിയുമ്പോൾ. അവിടെ കണ്ടോ ഫ്രോസൺ ലേക്ക് കാണാം. അവിടെ കുറേ പേര് സ്കീ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കുട്ടികളൊക്കെ സ്കീ ചെയ്യാൻ പഠിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഐസ് ഫ്ലെയർ ഉണ്ട്. നമ്മൾ അടുത്ത സ്റ്റേഷൻ എത്തി. ഇവിടെ നമ്മൾ ഇറങ്ങുന്നില്ല, ഇതിന് താഴെ നമ്മൾ പോകുന്നത്. നമ്മള് മുമ്പേ പറഞ്ഞില്ലേ ക്ലൗഡ്സ് ഇല്ല, ചെറിയൊരു തിട്ടുണ്ട്. അത് ഫോഗാണ്. നമ്മൾ ആ ഫോഗിനകത്തോട്ട് കയറി. ഓ, so beautiful. Just looking like Wow. ഗായ്സ്, അങ്ങനെ നമ്മൾ ബേസ് ക്യാമ്പിലെത്തി. കേബിൾ കാറൊക്കെ എടുത്ത് ബേസ് ക്യാമ്പിലെത്തി. നമ്മൾ ഇനി അടുത്ത നമ്മളുടെ അടിപൊളി ഡെസ്റ്റിനേഷനിലോട്ട് പോകാൻ പോവാണ്. സോ ലെറ്റ്സ് ഗോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സർപ്രൈസ് സ്ഥലം. മഞ്ഞ് മൂടിക്കിടക്കുന്ന വളരെ നാരോ റോഡ്സായ, നീറ്റ് റോഡ്സായ സ്വിസ് റോഡ്സിലൂടെയുള്ള നമ്മളുടെ ഒരു ഷോപ്പിംഗ് യാത്രയാണിത്. നമ്മൾ ഷോപ്പിങ്ങിന് പോകാൻ പോകുന്ന വില്ലേജിൻ്റെ പേര് ആംഗിൾബർഗ്. നമ്മളിപ്പോൾ ഉള്ളത് ആംഗിൾബർഗ് വില്ലേജിൻ്റെ കൂടെയുള്ള ഡ്രൈവാണ്. അങ്ങ് ദൂരത്ത് നമ്മൾ പിക്ചറിലൊക്കെ കാണുന്ന പോലത്തെ മനോഹരമായ കാഴ്ചകൾ. ഇപ്പുറത്ത് നല്ല സീനിക് ഡ്രൈവ്, ഫിലിമിലൊക്കെ കാണുന്ന പോലത്തെ സീനിക് ഡ്രൈവ്സ്. ഇതൊരു രക്ഷയില്ല കേട്ടോ. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കണ്ടിരിക്കുന്ന ബ്യൂട്ടിഫുൾ സംഭവം ഇതാണ്. റോഡ്സൊക്കെ എന്ന് പറഞ്ഞാൽ സൂപ്പർ നീറ്റാണ് എന്നുള്ളതാണ് വേറെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. നമ്മൾ പോകുന്നത് ലൂസൻ സിറ്റിയിലോട്ടാണ്. ലൂസൻ സിറ്റിയിൽ ഷോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോവാണ്. അവിടെയാണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സ്വിസ് സാധനങ്ങളെല്ലാം മേടിക്കാൻ പറ്റുന്ന സ്ഥലം. ഡീപ് ചോക്ലേറ്റ്സ് ഓർ സ്വിസ് നൈഫ് ഓർ സ്വിസ് വാച്ചസ് എല്ലാം നമുക്ക് അവിടെ നിന്ന് മേടിക്കാൻ പറ്റും. വില്ലേജിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം 4000 പീപ്പിളേ ഉള്ളൂ. പക്ഷേ ഡെയിലി ഇവിടെ വരുന്നത് തൗസൻഡ്സ് ഓഫ് വിസിറ്റേഴ്സാണ്. അതാണ് ഈ വില്ലേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ
ഇത് ഈ ഒരു വില്ലേജ് ഉണ്ടായതിൻ്റെ ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1120, അതായത് 1120 ആ സമയത്ത് ഇവിടെ ഒരു മൊണാസ്ട്രി വരികയും ആ മൊണാസ്ട്രീനെ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു വില്ലേജ് ഉണ്ടാവുകയും ചെയ്തത്. ഈ വില്ലേജിൻ്റെ ഏറ്റവും വലിയ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 365 ഡേയ്സ് ഇൻ എ ഇയറും നമുക്ക് സ്നോ കിട്ടുന്ന ഒരു വില്ലേജാണ്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് എങ്കിൾബർഗ് വില്ലേജിൻ്റെ ബ്യൂട്ടി ആസ്വദിക്കാം. ഇതാണ് ലൂസിൻ സിറ്റി. നമുക്ക് വേണ്ട ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇതാണ് നമ്മൾ വരുന്ന ഇപ്പോഴത്തെ മാജിക്കൽ സിറ്റി. നമ്മൾ വിസിറ്റ് ചെയ്യാൻ വന്ന മാജിക്കൽ സിറ്റി ഇതാണ്. നമ്മൾ വിസിറ്റ് ചെയ്യാൻ വന്ന സോ ഇതാണ് നമ്മൾ പറഞ്ഞ നമ്മളെ അടുത്ത സർപ്രൈസ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇത് സ്വിറ്റ്സർലൻഡിലെ ലൂസിൻ സിറ്റി. ഒരു ലൂസിൻ സിറ്റി സ്വിറ്റ്സർലൻഡിലെ ഒരു മാജിക്കൽ സിറ്റിയാണിത്. ഇത് അവിടെ ഇലക്ട്രിക് ബസ്സസ് കണ്ടോ, അതായത് നമ്മളുടെ ഇലക്ട്രിക് ട്രെയിനൊക്കെ പോലെ ഇലക്ട്രിക് ബസ്സസ്. ഇവിടെ നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് പർച്ചേസ് ചെയ്യാൻ കിട്ടും. സ്വിസ് ലക്ഷറി ഐറ്റംസ് എല്ലാം കിട്ടും. റോളക്സിൻ്റെ ഷോറൂം കണ്ടോ, റോളക്സ് ഇവിടെ കണ്ടോ, റോളക്സ്. പിന്നെ നമുക്ക് ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ പറ്റേക് ഫിലിപ്പ്, പിന്നെ സ്വിസ് ചോക്ലേറ്റ്സ് എല്ലാം നമുക്കിവിടെ പർച്ചേസ് ചെയ്യാൻ കിട്ടും. സോ ദിസ് ഇസ് ദാറ്റ് ഷോപ്പിംഗ് സ്ട്രീറ്റ്. ഇതിന് അപ്പുറത്തൊരു 70 years old ബ്രിഡ്ജ് ഉണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് കാസെ ഗ്രാൻഡെ. അവിടെ നമുക്കുള്ള സാധനങ്ങൾ കിട്ടും. വാച്ചസ്, ചോക്ലേറ്റ്സ്, എവറിത്തിങ് അണ്ടർ വൺ റൂഫ്. നമ്മളിപ്പോൾ ഉള്ളത് ഈ എന്താ സിറ്റിയുടെ പേര്? ലൂസിൻ സിറ്റിയോ? ലൂസിൻ സിറ്റിയിലെ ബാക്ക്മാൻ എന്ന് പറയുന്നൊരു ചോക്ലേറ്റ് ഷോപ്പിലാണ് കേട്ടോ. എന്താ ചോക്ലേറ്റ് വെറൈറ്റീസ്, അടിപൊളിയല്ലേ? ചോക്ലേറ്റ് ടേസ്റ്റിംഗ് ഉണ്ട്. സിൻസ് 1897 അന്ന് മുതൽ ഉള്ള ടീമാണിത്. സ്മോൾ ഗ്രേറ്റ് മാസ്റ്റർ പീസസ്. ഒരു സാധനം എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, എങ്ങനെ വിൽക്കണം എന്നൊക്കെ ഉള്ളത് നമ്മളിവിടെ ഒന്ന് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ പാക്കേജിങ്, അതിൻ്റെ പുറകിലുള്ള സ്റ്റോറി ടെല്ലിങ്, അതിൻ്റെ പുറത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി എംഫസൈസ് ആൻഡ് ദ വേ ഇറ്റ് ഈസ് ബീങ് മാർക്കറ്റഡ്. യു ഹാവ് ടു കം ഹിയർ ആൻഡ് ലേൺ അബൌട്ട് ഇറ്റ്. ഒരു ഡിസയർ എപ്പോഴും അവർ ക്രിയേറ്റ് ചെയ്യും ആ ഒരു പ്രോഡക്റ്റിന് വേണ്ടി. ആൻഡ് യു ഹാവ് എ ലോട്ട് ഓഫ് ഓപ്ഷൻസ് ഹിയർ ടു പർച്ചേസ് ഫ്രം. ഈ കൺട്രീസ് എല്ലാം ഈസ് ഗോയിങ് ക്രേസി വിത്ത് ദിസ് കൈൻഡ് ഓഫ് ദുബായ് സ്റ്റൈൽ ചോക്ലേറ്റ്. എവിടെ പോയാലും ഇതിൻ്റെ ഒരു വേർഷൻ കാണാം. ലിൻഡ് പോലും അതിൻ്റെ ഒരു വേർഷൻ ഇറക്കി എന്നുള്ളതാണ് ഇന്നത്തെ ഒരു കാര്യം. സോ ദിസ് ഇസ് വാട്ട് ഇസ് ട്രെൻഡ് ഇസ് ഓൾ അബൌട്ട്. ന്യൂ റെസിപ്പി ലിൻഡ് ദുബായ് സ്റ്റൈൽ ചോക്ലേറ്റ്, പിസ്താഷ്യോ ആൻഡ് കുനാഫ. അവിടെ അവർ എഴുതിയിരിക്കുന്ന കദായിഫ്. സോ ദ ഹൈപ്പ് ഈസ് റിയൽ. ഇവൻ ദുബായ് നമുക്കതിന് ഭയങ്കര ഹൈപ്പാണ്. നമുക്കത് എങ്ങും കിട്ടത്തില്ല, അതിൻ്റെ ഒതൻറ്റിക് സാധനം. ലിൻഡ് പോലും അതിൻ്റെ ഒരു വേർഷനായിട്ട് കളിൽ വന്നെന്നുള്ളതാണ് അതിനകത്തൊരു രസകരമായ കാര്യം. റോളക്സിൻ്റെ ഒക്കെ വാച്ച് കണ്ട മക്കളെ, ഒരു നാൾ വരും. അടിപൊളി വാച്ച്. എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ് റോളക്സ്. പക്ഷേ ഇതുവരെ ഞാൻ റോളക്സിൻ്റെ ഒരു വാച്ച് പോലും മേടിച്ചിട്ടില്ല. പക്ഷേ ഒരെണ്ണം മേടിക്കണം. ഞാൻ ഒരു പേഴ്സണൽ ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. ആ ടാർഗറ്റ് എത്തുന്ന സമയത്ത് ഞാൻ റോളക്സ് വാച്ച് എടുക്കും. പാർക്കുഞ്ഞ് മേടിച്ചിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതാ. ഇപ്പോൾ ക്രിസ്മസ് ഹോളിഡേയ്സ് ഒക്കെ ആയതുകൊണ്ട് മിക്കവാറും ഷോപ്സൊക്കെ അടവാണ്. അത് മാത്രമല്ല സേനൊക്കെ ആകുമ്പോൾ എല്ലാം അടയ്ക്കും. പക്ഷേ ഈ സ്വിറ്റ്സർലൻഡിലെ ഷോപ്പിംഗ് സ്ട്രീറ്റ്സ് ഉണ്ടോ, നമുക്ക് ചുമ്മാ വന്നങ്ങ് ഷോപ്പ് ചെയ്യാൻ തോന്നും അല്ലേ? വേറെ
Yes. ആരും എന്തൊക്കെയോ ഷോപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് മതിയില്ല. ഷോപ്പ് ചെയ്ത് മതിയായില്ല. എന്നാ ബാ, ഡ്രസ്സ് കുറച്ചുകൂടെ ഡ്രസ്സൊക്കെ വേണം, പക്ഷെ എല്ലാം അടച്ച്. മറ്റേ അവിടെ ഡ്രസ്സ് പക്ഷെ നല്ല അടിപൊളി സ്ട്രീറ്റ് ആട്ടോ. എന്താ നീറ്റ് നോക്ക്, എത്രയും ക്രൗഡ് വരുന്ന സ്ട്രീറ്റ്സ് ആണ്. വെൽ കെപ്റ്റ്. ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ്. ഒരു മോളിനകത്തൂടെ നടക്കുന്ന പോലത്തെ ഫീൽ. മേളിലൊക്കെ ആണെങ്കിലും ഓരോ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ആണെങ്കിലും ഇറ്റ്സ് വെൽ മെയിൻറ്റെയിൻഡ്. ഇതൊക്കെ കണ്ടുപിടിക്കണം പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം. ഹൗ ടു കീപ് ദ സ്ട്രീറ്റ്സ്, ഹൗ ടു ക്രിയേറ്റ് എ വെരി ഗുഡ് ഇംപ്രഷൻ ഫോർ ദ പീപ്പിൾ ടു കം ദർ ആൻഡ് ഷോപ്പ്. കൊള്ളാം. കുക്കു ക്ലോക്സിൻ്റെ ഒരു ശേഖരം തന്നെ ഉണ്ടോ? അടിപൊളിയായിട്ടില്ലേ? പല തരത്തിലുള്ള കുക്കു ക്ലോക്സ് നമുക്കിവിടെ കാണാൻ പറ്റും. സോ കുക്കു ക്ലോക്ക് ഒറിജിനേറ്റ് ചെയ്ത ബ്ലാക്ക് ഫോറസ്റ്റിലാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. പക്ഷെ സ്വിറ്റ്സർലൻഡിലും ഒക്കെ ഈ കുക്കു ക്ലോക്ക് കൾച്ചർ ഭയങ്കര കോമൺ ആണ്. എസ്പെഷ്യലി ഒരു ടൂറിസ്റ്റ് ഐറ്റം ആണ് ഈ കുക്കു ക്ലോക്ക് എന്ന് പറയുന്നത്. സോ അതിൻ്റെ പല വെറൈറ്റീസാണ് നമ്മളിപ്പോൾ കാണുന്നത്. എവിടെയോ കുക്കു വന്നല്ലോ. അങ്ങ് ദൂരെ കാണുന്ന ബ്രിഡ്ജ് കണ്ടോ? ഈ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു വുഡൻ ബ്രിഡ്ജാണ്. ഇതിന് ഏകദേശം 700 years ഓൾഡാണ് ആ വുഡൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, ബിക്കോസ് നമുക്ക് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട്. സോ വി ആർ ഓൾമോസ്റ്റ് ഡൺ വിത്ത് ദ ഷോപ്പിംഗ് ഫോർ ടുഡേ ആൻഡ് വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ലൊക്കേഷൻ. കാഞ്ചി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. നമ്മുടെ സ്വിറ്റ്സർലൻഡിലെ എന്തായിരുന്നു ഈ ടൗണിൻ്റെ പേര്? ലൂസൺ ടൗണിലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഇത് വിയറ്റ്നാമീസ് കുസീനാണ് കേട്ടോ. അപ്പുറത്തുണ്ടായിരുന്നായിരുന്നു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. സോ നൗ വി ആർ ഡൺ ഫോർ ദ ഡേ വിത്ത് ദ ഷോപ്പിംഗ് ആൻഡ് എവറിത്തിങ്. മേ ബി നമ്മൾ ചിലപ്പോൾ സൂറിക്കിന് പോകുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നേരെ തിരിച്ച് ഹോട്ടലിൽ പോയിരിക്കും. അതാ പ്ലാൻ. 2 മിനിറ്റിനുള്ളിൽ തീരുമാനമാവും. നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മൾ കണ്ട ഒരു 700 years old ആയ വുഡൻ. Please be nice on your own. Worst case, if you are stuck anywhere, go to Zurich station. ആദ്യമായി Just below Zurich station, there are എക്സ്പ്ലെയിൻ ചെയ്യാണ്. നമ്മൾ and സൂറിക്കിലോട്ട് things പോവാണ്. open to midnight. ഈ സിറ്റി വിട്ട് നേരെ സൂറിക്കിലോട്ട് പോവാണ്. That is some And safe option explanations. for you. Also, if you want to come by train, there is a station called Regensdorf, which is 600 meters from our hotel. Walking maybe 5 to 8 minutes. So this is one more option. You can put it on Google Map. Or if you are 3-4 people, take a cab. It's easy. അടിപൊളിയാണ്. സ്വിസ് വാച്ചസ് ഒക്കെ ഇവിടെ നമുക്ക് പഠിക്കണം. നാളെ പാർക്കിംഗ് സ്വിസ് വാച്ച് പഠിക്കാൻ പോകണം. പാർക്കിങ്. Yes. So let's go to അതെ, let's go to Zurich now. Yes. Okay, we are going to Zurich now. അവിടെ നിന്ന് കുറച്ച് നേരം കറങ്ങിയിട്ട് നേരെ ബാക്ക് ടു ഹോട്ടൽ. ദിസ് ഇസ് ദ പ്ലാൻ. അപ്പോൾ നമുക്ക് സൂറിക്ക് കാണാം. സോ ഇതാണ് സൂറിക് സിറ്റി. നമ്മൾ ഈ കാണുന്നതാണ് റിവർ ലിമറ്റ്. അവിടെ ലേക്ക് സൂറിക് ഉണ്ട്. ആ ലേക്ക് സൂറിക് വന്ന് ഇവിടെ വന്ന് ചേരും. ഓക്കെ, സോ അങ്ങ് ദൂരെ കാണുന്നതാണ് ഒപ്പേര. ആ ലൈറ്റ് കാണുന്നില്ലേ, അതാണ് ഒപ്പേര. ദെൻ പിന്നെ ഇവിടെ കാണുന്നതാണ് ക്രിസ്മസ് മാർക്കറ്റ്. ആൻഡ് അങ്ങ് കാണുന്നതാണ് ഇവിടുത്തെ കത്തീഡ്രൽ. ഗൈസ്, ഇതൊരു ബാറാണ് ഗൈസ്, കൊണല്ലി ബാർ. അടിപൊളി സെറ്റ് സാധനം. ഇവിടെ സാന്റാക്ലോസ് അപ്പനൊക്കെ ഇരിപ്പുണ്ട്. ഭയങ്കര മൂടാ, ഒരു രക്ഷയില്ല. ഓൺ മൂഡ്. കയറി നോക്കാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ കൊണല്ലി ബാറിനകത്ത് കയറി. അപ്പുറത്ത് സർക്കസൊക്കെ നടക്കുന്നുണ്ട്, വൻ സർക്കസ്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ട് കയറാനുള്ള ടിക്കറ്റ് ഇല്ല ഗൈസ്, അവിടെ കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ബാറിലോട്ട്, ബാറിലൊന്നും കുടിക്കുന്നൊന്നുമില്ല, പക്ഷെ എന്നാലും അടിപൊളി. ഒരു റിവറിൻ്റെ അവിടോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള സംഭവമാണ്.
ടെമ്പററി ആയിട്ടുള്ള സെറ്റപ്പാണ്. ഇവിടെ വൻ സർക്കസ് നടന്നുകൊണ്ടിരിക്കുക. സർക്കസിൻ്റെ പാട്ടൊക്കെ കേട്ടില്ലേ? പക്ഷെ ഞങ്ങൾക്ക് കയറാൻ സമയമില്ല, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുക. ഫുള്ളൊരു സർക്കസ് സെറ്റപ്പാണ് ഇവിടെ. ഗായ്സ്, നിങ്ങൾ ഈ ക്രെയിൻ കണ്ടോ? ഈ ക്രെയിൻ ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ക്രെയിൻ സെറ്റ് ചെയ്തേക്കുന്ന ഒരു പ്രത്യേകതയാണ്. ഇത് സെറ്റ് ചെയ്തുകൊണ്ട് ആ ട്രാഫിക്കിനെ ഒട്ടും ബാധിക്കാത്ത രീതിയിലാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. താഴെ കൂടെ വണ്ടികൾക്ക് പോകാം. ഇതേ കണ്ടോ, വണ്ടി പോകുന്നുണ്ടോ? പക്ഷേ എന്നാൽ ക്രെയിൻ അതിൻ്റെ മേളിൽ സെറ്റ് ചെയ്തിട്ട് അവർ കൺസ്ട്രക്ഷൻ നടത്തുന്നുണ്ട്. അതിൻ്റെ മേളിൽ ഒരു ക്രിസ്മസ് ലൈറ്റ്സും വെച്ചിട്ടുണ്ട്. അടിപൊളി അല്ലേ? ഇതായിരിക്കണം നമ്മുടെ എൻജിനീയറിങ്. സോ ഇതാണ് ഓൾഡ് സൂറിക് സിറ്റി കത്തീഡ്രൽ ആണ് ദൂരെ കാണുന്നത്. ഇവിടെ നമുക്ക് ലേക്ക് ടെനൻറ്റ് അല്ല ലേക്ക്, ഒരു ലേക്ക് കാണാം. ആ ലേക്കിൻ്റെ പേരെന്തായിരുന്നു ഈ ലേക്കിൻ്റെ? ഓർമ്മയുണ്ടോ? ആ അത് തന്നെ. അല്ല, സൂറിക് ലേക്ക് അപ്പുറത്തെ. ഇത് റിവർ ലെനറ്റോ അങ്ങനെ കണ്ടാണ് സാധനം. എന്തായാലും അതാണ് ഗൈസ്. ഓക്കെ, ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ്, തിരിച്ച് ഹോട്ടലിലേക്ക്. അപ്പോൾ നമ്മുടെ സ്വിറ്റ്സർലൻഡ് ട്രിപ്പിലെ എപ്പിക് മൗണ്ട് എറ്റ്ലസ് ആൻഡ് സൂറിക് സിറ്റി ട്രിപ്പ് ഇന്ന് കഴിഞ്ഞു. നാളെ അപ്പോൾ നമ്മളിങ്ങനെ കൂടുതൽ സ്വിറ്റ്സർലൻഡ് കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ അതുവരെ ബൈ ബൈ.